നമ്മളൊരു അമല് ചെയ്യുന്ന സമയത്ത് ആ അമല് ചെയ്യുന്ന സമയത്ത് ശൈത്താൻ അങ്ങനെ തോന്നിപ്പിച്ചു തരും. എന്ത്? ഇജോ നിസ്കരിച്ചിട്ട് ഒരു കാര്യമല്ല, ഇജെന്തായാലും നരകത്തിലാണ്, വെറുതെ നിന്നെ നിസ്കരിക്കാൻ നിൽക്കണേ, ഇജ് കള്ളുടിച്ച ആളല്ലേ, വ്യഭിചരിച്ച ആളല്ലേ, ഇങ്ങോട്ട് ഇങ്ങനെ തറാവീന് പള്ളിക്കോ പോയിട്ടാ, ആദ്യം ഇജു നന്നാവ്, എന്നിട്ട് പോരാ എൻ്റെ നിസ്കാരം നോമ്പൊക്കെ. എന്തായാലും ഇജ് നരകത്തിലാ, ഉറപ്പല്ലേ, പിന്നെ എന്തിനു നിസ്കരിക്കാൻ നിൽക്കണേ, ആണ്ട് പോകണ്ട. ആ ഉസ്താദ് ഇങ്ങനെ വഴന്നു ചിലപ്പോൾ ഉസ്താദിന് വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞു നിൽക്കണ്, ഞാനൊന്ന് നിസ്കരിച്ച കാര്യമില്ല ഉസ്താദെ, കുറേ തെറ്റ് ചെയ്തിരിക്കണം, അതൊക്കെ ഇനി ഇപ്പം എന്ന് പോവാനാ. അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർക്കുള്ള ചിന്ത, ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ട് എന്താ, ആവണ കാലത്ത് കുറേ ദുൽമടിച്ച് നടന്നതാണ്, അന്ന് നിസ്കാരമല്ല നോമ്പില്ല, ഇപ്പം ഞാൻ കുറേ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, എന്തായാലും അള്ളാനത്തെ മറുപടി വരേണ്ടി വരും, ഇനിയിപ്പോൾ നിസ്കരിച്ചൊന്നും കാര്യമില്ല, അങ്ങനെ ചിന്ത വരിക. ഇതിൻ്റെ എന്നൊരു ഓപ്പോസിറ്റ് ചിന്തയുണ്ട്, എന്ത്, എന്തായാലും സ്വർഗത്തിലാടാ, പിന്നെ എന്തിനാ നിസ്കരിക്കണേ, എന്തായാലും ഈ സ്വർഗത്തിലാ, ഒരു പ്രശ്നമല്ല, അങ്ങനെ ഉണ്ടാവും. ഇത് കൂടുതലുണ്ടാവുക ത്വരീക്കത്തിലാണ്. ഒരു ത്വരീക്കത്തുണ്ടാവും. അപ്പോൾ ഈ ചെങ്ങായി എന്ത് ചെയ്യൂല, പള്ളിക്കൂല, വെള്ളിയാഴ്ച ജുമ അടക്കണ സമയത്ത് ഈ ചെങ്ങായി അങ്ങനെ ഇരിക്കും. ഇപ്പം എനിക്ക് പെണ്ണടിച്ചു കൊടുത്ത്, ഈ ചെങ്ങായിക്ക് പെണ്ണടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ രാത്രി വരയ്ക്കുവരില്ല, ഇപ്പം ഷെയ്ഖിൻ്റെ വീട്ടിലാണ്. പിന്നെ എനിക്ക് എന്തിനാ പെണ്ണടിച്ചു കൊടുക്കണേ, ഷെയ്ഖിൻ്റെ പേര് നാം പോരെ, പെണ്ണടിച്ചു കൊടുത്ത് 7 ദിവസം പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കണം എന്നാണ്. 7 ദിവസം വീടിൻ്റെ പുറത്തിറങ്ങണേ പെണ്ണുങ്ങളുടെ സമ്മതം വേണം കല്യാണം കഴിഞ്ഞാൽ. നീ സുന്നത്ത് പ്രാവർത്തികാരും പോയി രണ്ടാമത് കെട്ടാറൊന്നും നിൽക്കണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു സുന്നത്ത് പറഞ്ഞേക്കണേ, അപ്പോൾ അത് പ്രാവർത്തികാക്കാൻ ആരെങ്കിലും പോയിട്ട് രണ്ടാമത് കെട്ടാറൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ 7 ദിവസം എന്ത് ചെയ്യണം, ഭാര്യൻ്റെ അടുത്തിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കെങ്കിലും പുറത്തു വേണമെങ്കിൽ ഭാര്യയുടെ സമ്മതം ചോദിച്ചു പോകണം. അല്ലാത്ത സമയത്തും സമ്മതം ചോദിച്ചില്ലെങ്കിലും ഭാര്യയുടെ അടുത്ത് പറഞ്ഞു പോകുന്നത് നല്ലതാണ്, അത് നല്ലൊരു സ്വഭാവമാണ്. അപ്പം ഇവൻ വെള്ളിയാഴ്ച ഒന്നും പള്ളിയിൽ പോകത്തപ്പോൾ ഞാൻ ചോദിച്ച്, ഈ എന്താ പള്ളിയിൽ പോകാത്തേ? അത് ഞങ്ങളുടെ ഷെയ്ഖ് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു. ഏതെന്ന് ചോദിച്ചു. അല്ല, നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഖബറിൽ ചെന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഷെയ്ഖ് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്താ പോലെ ത്വരീക്കത്ത്, ഖബറിൽ ചെന്ന് നിസ്കരിച്ചോ നോമ്പോ നോറ്റോന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് മറുപടി കൊടുക്കേണ്ടത്? അത് ഷെയ്ഖ് ഏറ്റെടുത്തുകൊണ്ട് ഷെയ്ഖിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് എവിടെ പറഞ്ഞാൽ മതി, ഖബറിൽ പറഞ്ഞാൽ മതി എന്ന്. ഷെയ്ഖിന് ഇത് സുഖമായി പറയാം, കാരണം ഇയാൾ എന്തായാലും ഖബറിൽ നീച്ചു വരാൻ പോകണില്ല, ഇനി മാഴ്സറിയെന്നേ കാണുള്ളൂ. ഇങ്ങനെ കുറേ പൊട്ടന്മാരുണ്ട്. ത്വരീക്കത്തിൻ്റെ പേരും പറഞ്ഞ് നിസ്കാരമല്ല, നോമ്പില്ല. ത്വരീക്കത്ത് പറഞ്ഞാൽ 5 മോതിരം ധരിക്കുക, ഒരു കറുത്ത ജുബ്ബ ധരിക്കുക, വെറ്റില ധരിക്കുക, ഒരു ഷോൾ ഇടുക, ത്വരീക്കത്തായി. റമദാൻ മാസം നോമ്പും ഉണ്ടാവില്ല, അല്ലാത്തവ നിസ്കാരം ഉണ്ടാവില്ല, ചടക്കുത്തിയ പോലെ ഇങ്ങനെ ജീവിച്ചു പോവുക. അതിനൊന്നുമല്ല ത്വരീക്കത്ത് വരാം. ത്വരീക്കത്തിനെ കുറിച്ച് ഞാൻ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ചത് കൊണ്ട് ഇനി ആ മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ട വിഷയത്തോളൂ എന്ത്, നമ്മളോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അത് നമ്മളുടെ കൽപ്പന നമ്മൾ ചെയ്യുക, അതിന് പ്രതിഫലം തരേണ്ടത് അള്ളയാണ്, തരാതിരിക്കലും അള്ളയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? 100 ആളുകളെ കൊന്നൊരു മനുഷ്യനെ കഥ കേട്ടിട്ടില്ലേ? എത്രയോ വയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 99 ആളെ കൊന്ന് ഒരു പണ്ഡിതനോട് പോയിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നിനക്ക് തൗബയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്ന് 100 എണ്ണം തയ്ച്ചു ആ മനുഷ്യൻ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, വേറൊരു നാട്ടിലേക്ക് ഒരു പണ്ഡിതനെ പോയി കണ്ടപ്പോൾ ഈ നാട്ടിൽ നിന്ന് നീ പോകണം, വേറൊരു നാട്ടിൽ പോയി ജീവിക്കണം എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു. അന്നേരം മലക്കുകൾ വന്നിട്ട് എന്താ ചെയ്തത്, ഇയാളുടെ ദൂരം അളന്നു നോക്കി. ഈ തെറ്റ് ചെയ്ത നാട്ടിൽ നിന്നും നന്മയുടെ നാട്ടിലേക്കുള്ള ദൂരം അളന്നു നോക്കുമ്പോൾ ഒരു ചാണിന് ഏതാണ് കൂടുതൽ, നന്മയിലേക്കുള്ള നാട്ടിലേക്കുള്ളതാണ് കൂടുതൽ. അയാൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തു. നമ്മുടെ റബ്ബ് വളരെ സാധുവാണ്, പാവാണ് നമ്മുടെ റബ്ബ്. അല്ലെങ്കിൽ എന്തിനാ അല്ലാഹു തആല ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് വെച്ച് തരുന്നത്? ലൈലത്തുൽ ഖദ്ർ വെക്കുന്നു, മറ്റു കാര്യങ്ങൾ വെക്കണു, ഇതൊക്കെ എന്തിനാ? നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാം, നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് പണിയെടുക്കുന്നതാണ് കേട്ടോ അല്ലാഹു തആല തരുന്നത്. ഏതെങ്കിലും ഒരു നിലക്ക് നിങ്ങൾ പണിയെടുക്കാൻ ഞാൻ തരാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭീകരജീവിയൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം വിട്ടുവീഴ്ച ചെയ്യുക. നിങ്ങൾ വ്യഭിചരിച്ചോ കള്ള് കുടിച്ചോ എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊരു ദിവസം തഹജ്ജുദിന് ഒന്ന് എഴുന്നേറ്റ് കുറച്ചൊരു 100 ഇസ്തിഗ്ഫാറിൽ ഇന്നടുത്ത് പൊറുക്കലിനെ ചോദിച്ചാൽ മതി, ഞാൻ പുറത്തു തരാം. എനിക്ക് നിങ്ങളെ സ്വർഗത്തേക്ക് ഇടാൻ പൂതിയൊന്നുമില്ല. അള്ളാഹു തആല അതല്ലേ പറയണേ. അള്ളാഹു തആല നമ്മളെ ഇടങ്ങാറാക്കുണ്ടോ? ഇല്ലല്ലോ. 5 വക്ത് നിസ്കാരം നിസ്കരിച്ചാൽ മതി, അത്രേ അള്ളാഹു പറയണുള്ളൂ. പിന്നെ അള്ളാഹ് ആകെ പറഞ്ഞ എന്ത് വിഷയം എന്താ? ഹറാമൊന്നും ചെയ്യരുത് മോനെ, നല്ല ചെയ്ത് ജീവിക്കുക, എത്ര അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. നരകം കിട്ടാൻ എന്തൊക്കെ പണിയുണ്ട്? നരകം കിട്ടാൻ വ്യഭിചരിക്കണം, കള്ളു കുടിക്കണം, ഗൈബത്ത് പറയണം, നമീമത്ത് പറയണം, ആരാൻ്റെ കട്ടെടുക്കണം, ഇങ്ങനെ എന്തെല്ലാം കാര്യം ചെയ്യണം നരകം കിട്ടണമെങ്കിൽ. സ്വർഗം കിട്ടാൻ സിമ്പിളല്ലേ. ഇതൊന്നും ചെയ്യാതിരിക്കുക, എന്നിട്ട് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, തമാം, കിട്ടി.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യത്തിനും പ്രതിഫലം തരിക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. റബ്ബ് ഒരു ഭീകരജീവിയാണെന്ന് ആരും മനസ്സിലാക്കി വെക്കരുത് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ 7 കാര്യങ്ങളിലൂടെയാണ് ഷെയ്ത്താൻ എന്ത് ചെയ്യുക, നമ്മളെ പഴപ്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് അമൽ ചെയ്യുമ്പോഴും ഈ സംഭവം ഉണ്ടോ നോക്കണം. ഇതൊന്നും ഇല്ലാത്തൊരു അമലുണ്ടോ ഉസ്താദേ? ഇതൊന്നും ഇല്ലാത്തൊരു അമലുണ്ട്. എന്താ? അള്ളാഹ് കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് കാണുന്ന രൂപത്തിൽ ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുക എന്നുള്ളതാണത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഷെയ്ത്താൻ നമ്മളിലേക്ക് ഷെയ്ത്താൻ്റെ എൻട്രൻസ് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തേക്ക് എങ്ങനെയാണ് ഷെയ്ത്താൻ കയറുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയം.